എന്താണ് DMA? ഇപ്പോൾ എവിടെയും ചർച്ചയാവുകയാണ് ഇന്ത്യയുടെ DME. LPGക്ക് പകരം ഉപയോഗിക്കാൻ കഴിയുന്ന ഇന്ത്യയുടെ പുതിയ ഇന്ധനമാണ് DME. ദശകങ്ങൾക്ക് മുമ്പേ കണ്ടുപിടിക്കപ്പെട്ടതാണെങ്കിലും ഇന്ത്യ സ്വന്തമായി ഇതിൻ്റെ ഉൽപ്പാദന സാങ്കേതികവിദ്യ വികസിപ്പിച്ചെടുത്തത് വലിയൊരു നേട്ടമാണ്. പ്രധാന സവിശേഷതകൾ: ഉൽപ്പാദനം, കാർഷിക മാലിന്യങ്ങൾ, പ്രത്യേകിച്ച് വൈക്കോൽ, ഉമി, മരക്കഷ്ണങ്ങൾ, ഗുണമേന്മ കുറഞ്ഞ കൽക്കരി എന്നിവയിൽ നിന്നാണ് DME നിർമ്മിക്കുന്നത്. പരിസ്ഥിതി സൗഹൃദം: ഇതിലെ കാർബൺ ആറ്റങ്ങൾ നേരിട്ട് ബന്ധിക്കപ്പെട്ടിട്ടില്ലാത്തതിനാലും ഒരു ഓക്സിജൻ ആറ്റം അധികമുള്ളതിനാലും കരി പുകയുന്നത് വളരെ കുറവായിരിക്കും. ഇത് നീലജ്വാലയോടെ കത്തുന്നു. സാങ്കേതികവിദ്യ: പൂനെയിലെ നാഷണൽ കെമിക്കൽ ലബോറട്ടറിയിലെ ശാസ്ത്രജ്ഞർ കുറഞ്ഞ ചെലവിൽ DME നിർമ്മിക്കാൻ ഒരു പ്രത്യേക കാറ്റലിസ്റ്റ് വികസിപ്പിച്ചെടുത്തു. നീണ്ട 20 വർഷങ്ങൾക്ക് ശേഷം പുതിയൊരു സാങ്കേതികവിദ്യയാണ് ഇന്ത്യ വികസിപ്പിച്ചെടുത്തത്. എന്തുകൊണ്ട് DME വിപ്ലവകരമായത്? ഇറക്കുമതി കുറക്കാം. ഇന്ത്യയുടെ നിലവിലെ ഭീമമായ തുക നൽകിയാണ് വിദേശ രാജ്യങ്ങളിൽ നിന്ന് LPG ഇറക്കുമതി ചെയ്യുന്നത്. DME നിർമ്മാണം വ്യാപകമാകുന്നതോടെ ഈ സാമ്പത്തിക ബാധ്യത കുറയും. അതോടൊപ്പം LPG ലഭ്യത കുറവിലെ ഇന്ധനക്ഷാമം പരിഹരിക്കാൻ കഴിയും. സ്വന്തം സാങ്കേതികവിദ്യ: വിദേശ രാജ്യങ്ങൾക്ക് റോയൽറ്റി നൽകാതെ തന്നെ നമുക്കിത് ഉൽപ്പാദിപ്പിക്കാം. NCL വികസിപ്പിച്ച ഈ സാങ്കേതികവിദ്യ പ്രകാരം കുറഞ്ഞ പ്രഷറിൽ ഇത് നിർമ്മിക്കാൻ സാധിക്കും. ഇത് പ്ലാന്റ് നിർമ്മാണ ചെലവ് കുറയ്ക്കുന്നു. LPGയുമായുള്ള സാമ്യം: LPG സിലിണ്ടറുകളിൽ ഉപയോഗിക്കുന്ന അതേ പ്രഷറിൽ തന്നെ DMEയും ദ്രാവക രൂപത്തിൽ സൂക്ഷിക്കാം. അതിനാൽ നിലവിലെ വിതരണ ശൃംഖലയിൽ വലിയ മാറ്റങ്ങൾ വരുത്താതെ തന്നെ ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാം. അപകട സാധ്യത കുറവ്: ഭാവിയിൽ LPGക്ക് പകരം 100% DME ഗ്യാസ് സിലിണ്ടറിൽ ഉപയോഗിക്കുക വഴി ഗ്യാസ് ലീക്ക് ആയാലും DME ഗ്യാസിന് ഭാരം കുറവായതുകൊണ്ട് പെട്ടെന്ന് വായിൽ ലയിച്ച് മുകളിലേക്ക് പോകുകയും അന്തരീക്ഷത്തിൽ ലയിക്കുകയും ചെയ്യുന്നു. ഇതുവഴി പൊട്ടിത്തെറി ഒഴിവാക്കുകയും ചെയ്യാം. ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടവ: മിക്സിംഗ്: തുടക്കത്തിൽ 100% DME ഉപയോഗിക്കുന്നതിന് പകരം സേഫ്റ്റിയുടെയും പഠനത്തിൻ്റെയും ഭാഗമായി LPGയോടൊപ്പം 8% DME കലർത്തി ഉപയോഗിക്കാനാണ് സർക്കാർ പദ്ധതിയിടുന്നത്. മെറ്റീരിയൽ മാറ്റം: DME നല്ലൊരു സോൾവെൻറ്റ് ആയതുകൊണ്ട് 20% കൂടുതൽ മിക്സ് ചെയ്യുകയാണെങ്കിൽ ഗ്യാസ് സ്റ്റവിലെയും റെഗുലേറ്ററിലെയും റബ്ബർ, പ്ലാസ്റ്റിക് ഭാഗങ്ങൾ കേടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ പ്ലാസ്റ്റിക്, റബ്ബർ ഇവ ടൈഫ്ലോൺ പോലുള്ളവയിലേക്ക് മാറ്റേണ്ടി വരും. ഊർജം: ശുദ്ധമായ DMEക്ക് LPGയെ അപേക്ഷിച്ച് താപോർജ്ജം അല്പം കുറവാണെങ്കിലും അതിൻ്റെ മികച്ച ജ്വലനക്ഷമത കാരണം പാചക സമയത്ത് വലിയ മാറ്റം അനുഭവപ്പെടില്ല. അതായത് 85-90% വരെ ലാഭിക്കാം. ചുരുക്കത്തിൽ, വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ നമ്മുടെ നാട്ടിലെ മാലിന്യങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന സുരക്ഷിതവും ലാഭകരവുമായ ഒരു ഭാവി ഇന്ധനമാണ് DME. അപകട സാധ്യത കുറവ്, കരിപിടിക്കാൻ സാധ്യത കുറവ്, ഇന്ധനക്ഷാമം പരിഹരിക്കാൻ കഴിയും തുടങ്ങി DME വലിയൊരു വിപ്ലവം തന്നെ വരും കാലങ്ങളിൽ ഇന്ത്യയുടെ ഈ കണ്ടുപിടുത്തത്തോടുകൂടി ഇന്ത്യക്ക് മുതൽക്കൂട്ടാകും. പ്രത്യേകിച്ച് സുലഭമായി ഇന്ത്യയിൽ കിട്ടുന്ന ഗുണമേന്മ കുറഞ്ഞ കൽക്കരി ഉപയോഗിക്കാൻ കഴിയുന്നതോടെ ചിലവ് വളരെ കുറക്കാനും സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.